തീയതി കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത്തരത്തിലുള്ള രേഖകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. മനഃപൂർവ്വം ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അടക്കം നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ സുഗതനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം BJP എടുത്ത് വോട്ട് ചെയ്യാൻ തർക്കിക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയമാണ്, ജനങ്ങൾക്ക് കാര്യം അറിയാം. പക്ഷെ അത് കാരണം, ഒരു കൗൺസിലറുടെ തെറ്റ് കാരണം ആ വാർഡിലെ ജനങ്ങളും അതോടൊപ്പം ഈ കോർപ്പറേഷനിലുള്ള 101 വാർഡിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താറുമാറായിരിക്കുന്ന ഒരവസ്ഥയിരിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി ഈ കൗൺസിൽ ഭരണം മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ആ കൗൺസിലറിന്റെ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വേണ്ടി പിൻവാതിൽ വഴി പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ 27-ാം തീയതി കൗൺസിൽ നടന്നു. എന്തായാലും 27-ാം തീയതി ഏപ്രിൽ നടന്ന കൗൺസിൽ അദ്ദേഹം ഒപ്പിട്ടെന്ന് പറയുന്നു. അതിന്റെ രേഖകൾ എന്തായാലും കാണിക്കട്ടെ. അന്ന് കൗൺസിലിൽ ഉണ്ടായിരുന്നുള്ള വിഷ്വൽസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. 12 മെയ് അദ്ദേഹം കൗൺസിലിൽ വന്നിട്ടില്ല. ഇനി എന്തായാലും വരുന്ന ദിവസത്ത് 29-ന് കൗൺസിൽ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. വരാനുള്ള സാധ്യത കുറവാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹം അടക്കമുള്ള കൗൺസിലേഴ്സ് ഒന്നുകൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ദിവസം 29-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞയുടെ പ്രക്രിയ, 29-ാം തീയതി കോർപ്പറേഷൻ കൗൺസിൽ കൂടുകയാണെങ്കിൽ ആ കൗൺസിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ റദ്ദാക്കിയിരിക്കുന്ന കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 29-ാം തീയതി ബഹുമാനപ്പെട്ട കൗൺസിൽ വിളിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് ഇവിടെ എല്ലാം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നടപടികളുമായിട്ട് കൗൺസിൽ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതല്ലാതെ വീണ്ടും ഈ പറഞ്ഞ ആള് കാപ്പ കേസിലെ പ്രതി വരാൻ വേണ്ടി അത് നീട്ടാൻ പോവുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളതല്ല. ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടാകും. ഒരാളുടെ പേരിൽ, ഒരു പാർട്ടിയുടെ പേരിൽ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ഇവിടുത്തെ ഡ്രെയിനേജ് നോക്കുകയാണെങ്കിൽ, ഇവിടുത്തെ ഹരിതകർമ്മ സേനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇവിടുത്തെ വേസ്റ്റ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ, എല്ലാ വാർഡുകളും ഈ മേഖല അടക്കം എല്ലായിടത്തും താറുമാറായിരിക്കുകയാണ്. കോൺട്രാക്ടുകൾ പോലും പുതുക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി ഒരു നഗരത്തെ മുഴുവൻ നിങ്ങൾ പാനിക് ആക്കില്ലെന്ന് ബഹുമാനപ്പെട്ട മേയറോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം കൗൺസിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾ കഴിഞ്ഞ 4 ദിവസമായി കൗൺസിൽ വിളിക്കാമെന്ന് പറയുകയാണ്. UDF 3 തവണയാണ് കത്ത് രേഖാമൂലം നൽകിയത്. 2 തവണ ആ കത്തുകൾ തിരിച്ചയച്ചു. ഇന്നലെ വീണ്ടും കൗൺസിൽ നടത്തുവാനുള്ള എല്ലാ UDF കൗൺസിലേഴ്സിന്റെയും ലെറ്റർ വെച്ച് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. വാക്കാൽ 29-ാം തീയതി കൗൺസിൽ നടത്തുമെന്ന് പറയുകയാണെങ്കിലും ഇതുവരെ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടിയിട്ടില്ല, ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൗൺസിൽ നടത്താൻ വേണ്ടിയുള്ള അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ട നിലയ്ക്ക് ആ അജണ്ടയിൽ പ്രാഥമിക പരിഗണന കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ആയിരിക്കണം എന്നുള്ള ഒരു തീരുമാനം കൂടി എടുക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള നിർവ്വഹണം കൂടെ നടത്തണമെന്ന് കൂടി ഈ സമയത്ത് പറയുകയാണ്. കേസിന്റെ കാര്യത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് UDF ഗവൺമെന്റ് ആണ്. ഇത്രയും വലിയ പല കേസിലും അകപ്പെട്ട ഒരു പ്രതി LDF സർക്കാരുള്ള സമയത്ത് സ്വച്ഛന്ത വിഹരണം നടത്തുകയായിരുന്നു. LDF സർക്കാരുള്ള സമയത്ത് അദ്ദേഹം പ്രതിയാണെങ്കിലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡേഴ്സ് വന്നെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു. ഇവിടെ UDFന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ LDF കൂടി BJPയുടെ കൂടെ ആണോ എന്നുള്ള സംശയം നമുക്കുണ്ട്. എന്തായാലും നിയമത്തിന്റെ വഴിക്ക് കൃത്യമായിട്ട് നിയമം പോകുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നിയമപരമായിട്ടുള്ളത് ആഭ്യന്തര വകുപ്പുകൾക്കുള്ള കാര്യങ്ങൾ ചെയ്യും. എന്തായാലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരൊറ്റ കൗൺസിലിന്റെ പ്രശ്നം കാരണം ഒരു നഗരം സ്തംഭനാവസ്ഥയിലെത്തിയതിനെ ശക്തമായിട്ട് UDF എതിർക്കുകയാണ്. ഇതിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ഈ UDF മുന്നോട്ട് പോകും. മറ്റു ചില കൗൺസിലർമാർ കൂടി ദൈവനാമത്തിൽ നല്ല ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതും ഒരുപക്ഷെ സത്യപ്രതിജ്ഞയെ കൊണ്ടുവരണം. അവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. ഈ 20 കാര്യമേ ഉള്ളൂ. മറ്റ് കൗൺസിലർമാരാണ് ഉദ്ദേശിച്ചത്. ചില കോൺഗ്രസ് കൗൺസിലർമാരുടെ മനസ്സിലാക്കുന്നത് പിന്നെ അള്ളാഹുവിന്റെ അടക്കം പേര് നാമത്തിലടക്കം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് നിലപാട്? അവർ സത്യപ്രതിജ്ഞ ചെയ്യണോ? അവർ ഈ വിധിയുടെ ഭാഗമാകണം, അല്ലെങ്കിൽ മാറി നിൽക്കണം? എന്താണ് നിലപാടുന്നത്? അല്ല, എന്നോട് വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ആരായാലും ഒരു അവധാനത കാണിക്കേണ്ടതാണ്. നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് ഭരണഘടന പറയുന്നതനുസരിച്ച് ചെയ്യേണ്ടെന്നുള്ള എന്റെ നിലപാട്. പക്ഷെ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്തുകൊണ്ട് കോടതിയിൽ പോയില്ല? കോടതിയിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ GP അടക്കമുള്ള ആളുകൾ, അവരുടെ കോടതിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അടക്കമുള്ള ആളുകൾ മറുപടി കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞില്ല? ഇത് ആ സമയത്ത് കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പോൾ ഒന്ന് കോലപ്രസംഗം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഈ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇത് പറയുന്ന കാര്യങ്ങൾ UDF കൗൺസിലേഴ്സ് എന്നുള്ള ഏതാണെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല. അങ്ങനെ പരാതി നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ സുഗത അടക്കമുള്ള കൗൺസിലേഴ്സിന് സത്യപ്രതിജ്ഞ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം. അത് സുഗതൻ ഇല്ലാത്തത് കൊണ്ട് അതിനെ മാറ്റിവെക്കാനുള്ള പ്ലാനുമായിട്ട് മുന്നോട്ട് പോകും.
പരാതികൾ ഉണ്ടെന്നല്ല പറഞ്ഞത്. മേയർ ആവർത്തിച്ച് പറയുന്നത് രേഖകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുണ്ട്. അങ്ങനെയെങ്കിൽ 101 കൗൺസിലർമാരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. കൗൺസിലർമാരാണെങ്കിൽ ഈ ഒരു നിയമപരമായ ചോദ്യം ചെയ്യൽ അവർക്കുണ്ടാകരുത്. അതുകൊണ്ട് അവരോട് കൂടി ആവശ്യപ്പെടും, ഈ രേഖകൾ പരിശോധിച്ചിട്ട് ഇത്തരത്തിൽ മറ്റു ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാർ ആരൊക്കെയാണ് അവരോട് കൂടി ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിനോട് സഹകരിക്കുമോ എന്നുള്ളത് ഇതിലെ വിഷയം ഇപ്പോൾ എന്തായാലും ഒരു ഹൈക്കോടതിയുടെ വിധി വന്നിട്ടാണ് 20 ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പേരെടുത്ത് പറഞ്ഞതായിട്ട് ആദ്യം മുന്നോട്ട് പോകട്ടെ. അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ UDF തന്നെ തരൂരുള്ള സുനിലിന്റെ സത്യപ്രതിജ്ഞ, ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ഇതുപോലെ ഇപ്പോൾ മാറ്റിയെന്നാണ് ഞാനിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് UDF സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് നിയമപരമായിട്ടുള്ള ഇതുവരെ നമുക്ക് ഒരു തരത്തിലുള്ള പരാതിയും വന്നിട്ടില്ല, റിക്വസ്റ്റും വന്നിട്ടില്ല. അതിപ്പോൾ മറക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് ഡിപ്പോ ചെയ്യാൻ നിലപാട് പറയേണ്ട ആവശ്യമില്ല അതിനകത്ത്. പക്ഷേ വ്യക്തിപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള അവധാനത കൗൺസിലേഴ്സും ജനപ്രതിനിധികളും കാണിക്കണം, സംശയം. ഏപ്രിൽ മാസത്തിലെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു, മെയ് മാസത്തിലെ മാത്രമാണ് പങ്കെടുക്കാതിരുന്നതാണ് മേയർ പറയുന്നത്. കേസ് പാർട്ടിൽ അതിന്റെ രേഖയുണ്ടെന്ന് പറയുന്നു. അക്കാര്യം പരിശോധിച്ചിരുന്നു? അല്ല, അതിനകത്ത് പരിശോധിക്കുവാൻ 27-ാം തീയതി മിനിറ്റ്സിന്റെ ഡോക്യുമെന്റ്സ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് കഴിഞ്ഞ 2-3 കൗൺസിലായിട്ട് സാധാരണ കൗൺസിൽ നടന്നാൽ മിനിറ്റ്സ് ലഭിക്കുക എന്നുള്ളത് പാർലമെന്ററി പാർട്ടി കിട്ടേണ്ട കാര്യമാണ്. അത് നൽകിയിട്ടില്ല. ആ പാർലമെന്ററി മിനിറ്റ്സിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 27-ാം തീയതി സുഗതൻ ഉണ്ടോയിരുന്നോ ഇല്ലായിരുന്നോ, കൗൺസിൽ ഹാളിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന കാര്യം ഒരു വലിയ ചർച്ചാ വിഷയമാണ്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. കൗൺസിൽ ഹാളിൽ സുഗതൻ 27-ന് ഉണ്ടോ എന്നുള്ള വിഷ്വൽസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളോട് നോക്കാം. വെളിയിലുണ്ടോ എന്നുള്ളതല്ല, കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. മെയ് 12-ന് യോഗം കഴിഞ്ഞ് നമ്മൾ വീണ്ടും യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. 3-ാമത്തെ യോഗം വിളിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടപ്പോൾ CPM നേതാക്കൾ, LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് പറഞ്ഞത് അദ്ദേഹം മെയ് 12-ന്റെ യോഗത്തിൽ അറ്റൻഡൻസ് ലിസ്റ്റിൽ ഒപ്പിടുമ്പോൾ സുഗതൻ 2 യോഗത്തിലും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് അദ്ദേഹം നോക്കിയെന്നുള്ളത്. അപ്പൊ രേഖകൾ തിരുവനന്തപുരം സാധ്യത. ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ സുഗതന്റെ കേസ് ഒന്ന് നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു നിയമസഭാ ഇലക്ഷൻ തൊട്ട് മുമ്പാണ് ഈ അമ്പലത്തിലെ ഉത്സവ വിഷയമൊക്കെ ഉള്ളത്. അപ്പൊ മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യവാരമൊക്കെയാണ് ഈ വിഷയം പൊട്ടിപ്പുറപ്പെടുന്നത്, അതിന് വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് ജാമ്യം എടുക്കാനൊക്കെ പോകുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏപ്രിൽ 27-ന് അദ്ദേഹം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കൗൺസിലിൽ അദ്ദേഹം പങ്കെടുത്തതായി ഞാൻ പല കൗൺസിലേഴ്സിനോടും ചോദിച്ചു, പലർക്കും ഒരു ഓർമ്മയില്ല. അതിന് CCTV ഫുട്ടേജ് ഒക്കെ അദ്ദേഹം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കൗൺസിലിൽ ശ്രീ സുഗതൻ പങ്കെടുത്തോ എന്നുള്ള ഒരു ഉറപ്പ് നമുക്കില്ല. അദ്ദേഹത്തിന് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മിനിറ്റ്സിനകത്ത് അദ്ദേഹം പങ്കെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പങ്കെടുത്തതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ പുറത്തു വിടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഒരു പ്രാഥമികമായിട്ടുള്ള ഓർമ്മയിൽ സുഗതൻ കൗൺസിലിൽ പങ്കെടുത്തു എന്നുള്ളത്, വീണ്ടും പറയാണ്, കൗൺസിലിൽ പങ്കെടുത്തു എന്നുള്ള ഒരു വ്യക്തത വരുത്തേണ്ടത് കോർപ്പറേഷനാണ്. ശ്രീ SP ദീപക് അദ്ദേഹം 2 കോർപ്പറേഷനിൽ 2 കൗൺസിലിൽ ഒപ്പിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് തന്നെ കാണുകയാണ്. ഞാൻ അദ്ദേഹം കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ഒരു ഓർമ്മയിൽ, അവിടെ വന്നിട്ടുള്ള കൗൺസിലേഴ്സിന്റെ ഓർമ്മയിൽ അദ്ദേഹത്തെ ആ ദിവസം കൗൺസിലിൽ കണ്ടൊരു ഓർമ്മയില്ല. പക്ഷെ SP ദീപക് ആ ഒരു കാര്യം ഉന്നയിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് അതിനുള്ള മറുപടി മേയർ നൽകേണ്ടതാണ്. പക്ഷേ മിനിറ്റ്സിൽ ഒപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഡോക്യുമെന്റ്സ് എടുക്കാൻ നമുക്ക് മാധ്യമങ്ങൾ അടക്കമെന്ന് കൗൺസിൽ അന്ന് സമരം നടന്നിട്ടുള്ള ദിവസമാണ്. അതാണ് അതാണ് കൃത്യമായി പറഞ്ഞത്. ഞാൻ പറയുന്നത് സുഗതൻ അന്ന് കൗൺസിലിൽ പങ്കെടുത്തു എന്ന് ഉറപ്പ് എനിക്കില്ല എന്നുള്ളതാണ്. കാരണം അതിനുശേഷമുള്ള സമരത്തിൽ പങ്കെടുത്ത വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു, കൗൺസിലിൽ പങ്കെടുത്ത ഓർമ്മ ആർക്കുമില്ല. ഞാൻ കൗൺസിലിന്റെ അന്ന് ഓർമ്മയുണ്ട്. അന്ന് ആദ്യം സമരം നടന്നത് തന്നെ UDF സമരം നടത്തി. ശ്രീ K മുരളീധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ തുടങ്ങിയപ്പോൾ സമരം നടത്തി UDF-ഉം LDF-ഉം ആ മേയറിന്റെ അവിടെ മറക്കുകയായിരുന്നു. നമ്മളൊരു അരമണിക്കൂർ മുദ്രാവാക്യം വിളിച്ചതാണ്. അപ്പൊ നമ്മുടെ അന്നത്തെ ഒരു ഓർമ്മയിൽ അവിടെ ഒന്നും സുഗതനെ കാണുന്നില്ല. അങ്ങനെ സുഗതനെ ഉണ്ടെങ്കിൽ അവിടെ കണ്ടേനെ. സുഗതനെ കൗൺസിൽ കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, സുഗതൻ കൗൺസിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾ പറയുന്നു വാട്ടർ അതോറിറ്റിയുടെ സമരത്തിന് പോയെന്നുള്ളത്. ആ സമരത്തിന് വിഷ്വൽസ് അദ്ദേഹമുണ്ട്. അപ്പൊ സമരത്തിന്റെ വിഷ്വൽസും ഫോട്ടോയും വെച്ച് ന്യായീകരിക്കാനാണെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ അടക്കമുള്ള കോർപ്പറേഷൻ കൗൺസിലിന്റെ വിഷ്വൽസ് പല മാധ്യമങ്ങളും എടുത്തിട്ടുണ്ട്, ഓൺലൈൻ മീഡിയ അടക്കം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുകയാണ്. പക്ഷെ എൻ്റെ ഒരു പ്രാഥമിക ഓർമ്മയിൽ, പലരുടെ ഓർമ്മയിൽ അദ്ദേഹം ഒന്ന് കൗൺസിലിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ പങ്കെടുത്തിട്ടില്ലെങ്കിൽ 27 ഏപ്രിലിൽ പങ്കെടുത്തിട്ടില്ല,
12 മെയ്യിൽ പങ്കെടുത്തിട്ടില്ല. 29 തീയതി പങ്കെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി ആക്ടിന്റെ കാര്യങ്ങൾ പ്രകാരം മുന്നോട്ട് പോകണമല്ലോ. അപ്പൊ അത് ബഹുമാനപ്പെട്ട മേയറും കൂട്ടരും കൃത്രിമം കാണിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കൗൺസിലിനകത്തുള്ള രേഖകൾ വരട്ടെ. അപ്പൊ നിങ്ങൾ പറയുന്നവരാണെങ്കിൽ അന്ന് അവിടെ വാഹനം വെച്ച് വന്ന് പോയതാവാം. അതിന് കൂടുതൽ വിഷ്വൽസ് വന്നാൽ ഞാനത് അറിയിക്കാം. അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പല ചാനലുകാരും മെയിൻ സ്ട്രീം ചാനൽസ് അല്ലാത്ത ചില ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിഷ്വൽസ് ഒന്ന് നോക്കുന്നുണ്ട്. വന്നിട്ടില്ല എന്നൊരു അനുമാനം. ഞാൻ പിന്നെ നമ്മുടെ ഒരു സ്വഭാവം ചാടിക്കേറി പറയുന്നില്ല, നമ്മൾ ഉറപ്പുവരുത്തിട്ടേ പറയുന്നുള്ളൂ. പക്ഷെ വന്നിട്ടില്ല എന്ന് തന്നെ നമ്മുടെ അനുമാനം. അങ്ങനെയാണെങ്കിൽ ഒപ്പ് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഗെറ്റ് ബാക്ക് ഓൺ.